തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതിന് മുമ്പ് ബി ജെ പിക്ക് ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. തെക്ക് രാജീവ് ചന്ദ്രശേഖറും വടക്ക് സുരേഷ് ഗോപിയും നോക്കിക്കൊള്ളുമെന്ന്. തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖറും തൃശൂർ സുരേഷ് ഗോപിയും നോക്കിക്കൊള്ളുമെന്ന്. പക്ഷേ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ മികച്ച സംഘടനാ പാടവത്തിലൂടെ നേടിയെടുത്തപ്പോൾ തൃശൂർ തകർന്ന് തരിപ്പണമായി മാറി സുരേഷ് ഗോപിയുടെ കയ്യിൽ. തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ലഭിച്ചത് വെറും 8 സീറ്റ്. ആകെ ലഭിച്ചത് ഒരു പഞ്ചായത്ത് മാത്രം. കൊടുങ്ങല്ലൂർ പിടിക്കും, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന കൊടുങ്ങല്ലൂരും സുരേഷ് ഗോപിക്ക് കിട്ടിയില്ല. മാത്രമല്ല, സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം ഒരു ഹാസ്യ പരിപാടിയായി മാറി. കോഫി വിത്ത് എസ് ജിയും ഹാസ്യ പരിപാടിയായി മാറി. ചുരുക്കത്തിൽ 2 നേതാക്കളിൽ ഒരു നേതാവ് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചപ്പോൾ സുരേഷ് ഗോപി സമ്പൂർണമായി പരാജയപ്പെട്ടു. ആ പരാജയം മറക്കാൻ വേണ്ടി നേരെ ഡൽഹിയിലെത്തി തിരുവനന്തപുരത്തെ വിജയം ആഘോഷിച്ചു സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഡൽഹിയിൽ പാർലമെന്റിൽ ലഡു വിതരണം ചെയ്തു. ഇതോടുകൂടി രാജീവ് ചന്ദ്രശേഖർക്ക് അപകടം മനസ്സിലായി. സുരേഷ് ഗോപി തന്നെ മറികടന്ന് പോവുകയാണെന്ന്. രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി സ്ഥിതിഗതികൾ വ്യക്തമായി ധരിപ്പിച്ചു. തൃശ്ശൂരിൽ വലിയ തകർച്ചയാണ് ബി ജെ പി നേരിട്ടത്. തിരുവനന്തപുരം കൂടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ബി ജെ പിയുടെ തകർച്ച പൂർണ്ണമായി മാറുമായിരുന്നു. എന്തായാലും തിരുവനന്തപുരം നേടിയെടുത്തത് കൊണ്ട് ബി ജെ പിക്ക് ആശ്വസിക്കാം. പക്ഷേ സുരേഷ് ഗോപി ഇപ്പോൾ ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു, ഒരു ഭാരമായി മാറിയിരിക്കുന്നു. പല വാഗ്ദാനങ്ങളും സുരേഷ് ഗോപി നൽകി. തൃശ്ശൂരിലെ പുലികളി സംഘങ്ങളെ പുനരുദ്ധരിപ്പിക്കും എന്നുള്ള വാഗ്ദാനം, ആ വാഗ്ദാനം അവർക്ക് പണം നൽകും എന്നുള്ള വാഗ്ദാനം, അതൊന്നും പാലിക്കപ്പെട്ടില്ല. എയിംസ് കേരളത്തിലെത്തുന്നതിൽ തടസ്സമായി നിൽക്കുന്നതും സുരേഷ് ഗോപിയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സുരേഷ് ഗോപി നേരിടുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കുകയാണ് സുരേഷ് ഗോപിയുടെ പാഷൻ എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്നിട്ടും കേന്ദ്രമന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്ക് നൽകിയത് സുരേഷ് ഗോപി തൃശ്ശൂർ അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ പാർട്ടിയെ പുനരുദ്ധരിക്കും, അല്ലെങ്കിൽ പാർട്ടിയെ വലുതാക്കും എന്ന് കരുതിയാണ്. ക്രൈസ്തവരും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധമൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി ദേശീയ നേതൃത്വം കണ്ടത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ ഒന്നടങ്കം സുരേഷ് ഗോപിയെയും ബി ജെ പിയെയും തള്ളിക്കളയുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ കണ്ടത്. ക്രൈസ്തവ സഭയിലെ ഉന്നതർ പറഞ്ഞതനുസരിച്ച് നിർത്തിയ സീറ്റുകളിലെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികൾ 8 നിലയിൽ പൊട്ടി. കോർപ്പറേഷനിൽ വെറും 8 സീറ്റിൽ ഒതുങ്ങി. 2 ലക്ഷത്തിലധികം വോട്ടുകളാണ് കുറവ് വന്നത്. ലോക്സഭയിൽ കിട്ടിയതിനേക്കാൾ 2 ലക്ഷത്തിലധികം വോട്ടുകളാണ് ബി ജെ പിക്ക് കുറവ് വന്നത്. ചുരുക്കത്തിൽ സുരേഷ് ഗോപി ബി ജെ പിക്ക് വലിയ ഭാരമായി മാറിയെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. മാധ്യമപ്രവർത്തകരും സുരേഷ് ഗോപിയും തമ്മിൽ കണ്ടാൽ എന്താ പറയുക, എലിയും പൂച്ചയും പോലെയാണ്. തമ്മിൽ കണ്ടാൽ തല്ലാണ്. തമ്മിൽ കണ്ടാൽ രണ്ട് വിരുദ്ധ ശക്തികൾ നിൽക്കുന്നത് പോലെയാണ്. മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്നു, കലുങ്ക് സംവാദത്തിൽ സഹായവുമായി വരുന്നവരെ അപമാനിക്കുന്നു, വീട് വേണമെന്ന് പറഞ്ഞവരെ അപമാനിച്ച് വിടുന്നു. ഇതൊക്കെയാണ് കലുങ്ക് സംവാദത്തിൻ്റെ പേരിൽ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരുന്നത്. കൂട്ടത്തിൽ നമ്മുടെ നടൻ ദേവനും ഉണ്ടായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയി എന്നാണ് ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയാണ് അത്തരമൊരു പുനഃസംഘടന നടത്തുന്നത് എന്നും പറയാം. ആ പുനഃസംഘടനയിൽ സുരേഷ് ഗോപി ഉണ്ടാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി. സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ജനങ്ങൾക്ക് ഉപകാരമുള്ള മറ്റൊരു നേതാവിനെ കേന്ദ്രമന്ത്രിയാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം. ക്യാബിനറ്റ് റാങ്കുള്ള
കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയെ ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രി തന്നെ കേരളത്തിൽ നിന്നുണ്ടാകുമെന്നാണ് BJP പറയുന്നത്. അത് തരൂറിനെ ഉദ്ദേശിച്ചാണോ എന്ന് അറിയില്ല. എന്തായാലും തരൂർ ഇപ്പോൾ കോൺഗ്രസിനകത്തുമല്ല പുറത്തുമല്ല അങ്ങനെ നിൽക്കുകയാണ്. അപ്പം തരൂറിനെ ഉദ്ദേശിച്ചാണോ പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രി കേരളത്തിലുണ്ടാകും എന്നുള്ളതാണ് ഉറപ്പ്, BJP നൽകുന്ന ഉറപ്പ്. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ്. കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ ഒരൊറ്റ പ്രോജക്റ്റ് പോലും കേരളത്തിൽ നടപ്പാക്കാൻ 1.5 വർഷമായിട്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി തേരാപാര നടക്കുന്നു, സിനിമകളിൽ അഭിനയിക്കുന്നു, സിനിമകളിൽ അഭിനയിച്ച് കാശുണ്ടാക്കുന്നു. അത് ജനങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിൽ കാണാൻ വന്നാൽ അവരെ ആട്ടിയിറക്കുന്നു. അതുകൊണ്ട് പേടിച്ചിപ്പം സുരേഷ് ഗോപിയുടെ അടുത്ത് ജനങ്ങളൊന്നും പോകുന്നില്ല. തൃശ്ശൂരുകാർ ഇത്രയും ഭീകരനെയാണോ ജയിപ്പിച്ചു വിട്ടത് എന്നോർത്ത് തലയിൽ കൈവച്ച് ഇരിക്കുന്നു. എന്തായാലും UDF നിന്ന് സുരേഷ് ഗോപിയിലേക്ക് പോയ വോട്ടുകളൊക്കെ UDF തിരിച്ചു കിട്ടിയതിൽ അവർക്ക് സമാധാനിക്കാം. LDF അടിത്തറ തൃശ്ശൂരിൽ ഭദ്രമാണെന്ന് തെളിയിക്കുന്നു. നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ മികച്ച മുന്നേറ്റം നടത്താൻ LDF-ഉം UDF-ഉം തൃശ്ശൂരിൽ പ്രബലരായ ശക്തികളായി തന്നെ നിൽക്കുന്നു. അതേസമയം BJP-യുടെ നില വളരെ അവതാളത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരവും തൃശ്ശൂരും പിടിക്കും എന്നാണ്, തൃശ്ശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും പിടിക്കും എന്നാണ് BJP പറഞ്ഞിരുന്നത്. അതിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വിദഗ്ധമായ ഇടപെടലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കാരണമായി മാറിയത്. അതിൽ ഒരു സംശയവുമില്ല. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഇടപെടുകയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ രീതിയിലുള്ള വർക്ക് നടത്തുകയും അതിന് സംഘപരിവാറിൻ്റെ സഹായം ലഭിക്കുകയും ചെയ്തപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കണമെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ അനിവാര്യമാണ്. അത് സുരേഷ് ഗോപി നേടിയെടുക്കും എന്നായിരുന്നു BJP ദേശീയ നേതൃത്വം കരുതിയിരുന്നത്. കാരണം ക്രൈസ്തവ മുൻതൂക്കമുള്ള ഇടങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് വലിയ വോട്ടാണ് ലഭിച്ചത്, വലിയൊരു വോട്ട് ഷെയറാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് സുരേഷ് ഗോപി ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടുവരും എന്ന് BJP ദേശീയ നേതൃത്വം കരുതി. എന്നാൽ ക്രൈസ്തവർ ഇപ്പോൾ സുരേഷ് ഗോപിയെ പുറംകാലിനടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഉന്നതരായ ക്രൈസ്തവ നേതാക്കളെയൊക്കെ സുരേഷ് ഗോപി പോയി കണ്ട് അവരെ അനുനയിപ്പിക്കാൻ വേണ്ടി അവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ പലയിടത്തും നിർത്തി. ആ സ്ഥാനാർത്ഥികളിൽ ഒരാൾ പോലും ജയിച്ചില്ല. കൃഷ്ണപുരത്ത് പോലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. എന്തായാലും സുരേഷ് ഗോപി BJP-ക്ക് ഒരു ഭാരമായി മാറിയിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് പത്രക്കാരെ ഡീൽ ചെയ്യാൻ അറിയില്ല, സാധാരണക്കാരെ ഡീൽ ചെയ്യാൻ അറിയില്ല. കലുങ്ക് സംവാദം എന്ന പേരിൽ ഞഞ്ഞാപിഞ്ഞ പറഞ്ഞ് അങ്ങ് പോയി. കോഫി വിത്ത് SG എന്ന പരിപാടി കുളമായി. സുരേഷ് ഗോപിയുടെ PR ടീമിന് സുരേഷ് ഗോപിയെ പണ്ടത്തെ പോലെ ഉജ്ജ്വലനായ ജനനായകനായി അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെയൊക്കെ പരിണിത ഫലം തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ BJP അനുഭവിച്ചു. BJP വലിയ ഗതികേടിലേക്ക് പോയി. തൃശ്ശൂരിലെ പരാജയം BJP-ക്ക് തിരുവനന്തപുരത്തെ പരാജയത്തിൻ്റെ മാറ്റു കുറയ്ക്കുന്ന ഒരു സംഭവമായി മാറി. ഇതോടുകൂടിയാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം എടുത്തു മാറ്റാൻ, സുരേഷ് ഗോപിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ BJP ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയം സുരേഷ് ഗോപിക്ക് കഴിച്ചു തുടങ്ങി, കാഞ്ഞിരത്തെ പോലെ.